ദൈവത്തിന്റെ അതിപരിശുദ്ധനാമത്തെ ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവനിയോഗം എന്നോണം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ നൽകിയിരിക്കുന്ന അവസരത്തോട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആരോഗ്യ ഡിസ്ട്രിക്റ്റിന്റെ 9ാമത് ഐക്യ കൺവെൻഷന്റെ ഭാഗമായാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞതായ എല്ലാ നല്ല വാക്കുകൾക്കും സ്നേഹത്തിനും ഞാൻ അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. നാം എല്ലാവരും അറിയുന്നത് പോലെ ആരോഗ്യ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ 9ാമത് ഐക്യ കൺവെൻഷൻ ഈ മാസം 24, 25, 26 തീയതികളിൽ ആനാവൂർ സഭയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ് ചെയർമാനായിരിക്കുന്ന ഈ സഭയുടെ അധ്യക്ഷനും ശുശ്രൂഷകനുമായിരിക്കുന്ന ജോൺ മത്സരമാണ്. ഈ കൺവെൻഷൻ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന ഐസക് പോൾസിനാണ്. നമ്മുടെ മഹാടയിൽ തന്നെ പ്രാഗൽഭ്യമുള്ള ശുശ്രൂഷകർ ഈ കൺവെൻഷൻ യോഗങ്ങൾക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. കൂടാതെ മെയ് 25 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ സമഗ്ര സംഘടനകളുടെ ഏകദിന സെമിനാർ CSA സഭയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ കൺവെൻഷൻ യോഗങ്ങളിൽ വൺഡേ സെമിനാർ ഈ സഭയുടെ എല്ലാവരും പ്രാർത്ഥനയും സാമ്പത്തികമായ സഹായം എല്ലാം ആവശ്യപ്പെടുന്നു. ഈ യോഗങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കുന്നു. നാം എല്ലാവരും അറിയുന്നത് ഇന്ന് ബന്ധുക്രിസ്തു ഞായറാണ്. ദക്ഷിണേന്ത്യ സഭ ബന്ധുക്രിസ്തു ഞായറായ ഇന്ന് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കുക. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കുക. Come Holy Spirit, renew us. Come Holy Spirit, renew us. ഇവാഞ്ചലിസ്റ്റായ ജോസഫ് പ്രിൻസ് എന്ന വ്യക്തി രൂപാന്തരത്തെ പറ്റി ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവിനെ മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ പുതുക്കം പ്രാപിക്കുവാൻ കഴിയുക. പരിശുദ്ധാത്മാവിനെ മാത്രമേ ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ അല്ലെങ്കിൽ പുതുക്കത്തിന്റെ അവസ്ഥയെ എത്തിക്കുവാൻ കഴിയുകയും പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവചനങ്ങളാണ് നാം ഇന്ന് വായനയിലൂടെ ശ്രമിച്ചത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ആദ്യം വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ്. പിന്നീട് നാം സുവിശേഷ വേദഭാഗങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തു തന്നെ യോർദാനിലെ സുവിശേഷത്തിലൂടെ നമ്മളോട് അറിയിച്ചു: ഞാൻ പോയിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയക്കും നൽകുന്നു. തുടർന്ന് നാം ഭാഗങ്ങൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ ആദിമസഭയിൽ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതിനാൽ അവർ ദൈവത്തെ ആരാധിച്ചു കാണുവാൻ കഴിയും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത്. ആധുനിക ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സഭ എന്ന നിലയ്ക്ക്, സമൂഹം എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്നത്, പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിക്കുന്നത് ഏറ്റവും അധികം അത്യാവശ്യമാകും. കാരണം ദൈവിക ദർശനങ്ങൾ, ദൈവത്തെ ദൈവികമായ സത്യവഴികൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ആവശ്യം. അതുകൊണ്ട് തന്നെയാണ്
ഇന്നത്തെ ചിന്തയ്ക്ക് ഇപ്രകാരം ഒരു വിഷയം നൽകുന്നു. നാം എല്ലാവരും ദൈവത്തെ സ്വീകരിച്ച് സ്നാനമേറ്റവരാണ്, ദൈവസഭയോട് ചേർന്നവരാണ്. എന്നാൽ നാം സ്നാനമേറ്റ് തിരുവത്താഴം സ്വീകരിച്ച സമയത്ത് നാം എടുക്കുന്നതായ പ്രതിജ്ഞകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയുന്നു. നിർവഹിക്കാൻ കഴിയുന്നില്ലേ സ്വയം ശോധന ചെയ്യുന്നു. ആത്മീയമായി കൂടുതൽ വളരുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിലൂടെ നമുക്ക് രൂപാന്തരത്തിലൂടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്നത്, ആർക്കാണ് പരിശുദ്ധാത്മാവിനുള്ള പുതുക്കം അനിവാര്യമാണ്? ആർക്കാണ് പരിശുദ്ധാത്മാവിനുള്ള പുതുക്കം അനിവാര്യമാണ്? To whom the renewal needed by the Holy Spirit. ഒന്നാമതായി വ്യക്തികൾക്കാണ് പരിശുദ്ധാത്മാവിനുള്ള പുതുക്കം ആവശ്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നു. അവിടെ ക്രിസ്തു പറയുന്നു 7-ാം വാക്യത്തിൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥരെ നമുക്കായി നൽകുമെന്ന് അരുളിച്ചെയ്യുന്നു. ഓരോ വ്യക്തിയും ആ കാര്യസ്ഥരെ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഈ ലോകത്തിലെ വിവിധ പ്രയാസങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൽ ആത്മീയമായി വളരേണ്ടത്, സത്യവഴി തിരിച്ചറിയേണ്ടത് ആ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നമുക്ക് വളരെയധികം സഹായകമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനുള്ള പുതുക്കം ഏറ്റവും അധികം അത്യാവശ്യമെന്ന് പറയുന്നത് ഒന്നാമതായി ഒരു വ്യക്തിക്കാണ്, നമുക്കാണ്. നമ്മളിൽ നിന്നാണ് പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ആരംഭിക്കുന്നത്. അടുത്ത രണ്ടാമതായി പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ഏറ്റവും അധികം അത്യാവശ്യമായത് സഭയ്ക്ക്. നമുക്കറിയാം, ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധമായ പ്രയാസങ്ങൾ. നാം തിരിഞ്ഞ് ഒരു 2 വർഷം മുന്നോട്ട് നോക്കുകയാണ്. കോവിഡ് കാലം സഭ എപ്രകാരമാണ് ആയിരുന്നു? നാം ദൈവത്തെ ആരാധിച്ചിരുന്നത് എപ്രകാരമാണ്? അതിൽ നിന്നെല്ലാം ദൈവം ആ പ്രതിസന്ധികൾ മധ്യേ നമ്മെ വഴി നടത്തി ഇന്നും ഒരു സഭയായി ഒരു ഐക്യത്തിൽ മധ്യേ കൊണ്ടുവന്നു. എന്നിരുന്നാൽ സഭ ഇന്നും വിവിധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതുക്കം രണ്ടാമതായി ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് സഭയ്ക്കാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുക്രിസ്തുവിനെ ദൈവത്തെ ആരാധിക്കുവാൻ ബെത്ലഹേം നാൾ വന്നപ്പോൾ കൂടിയിരുന്ന ഒരു ജനം. അവർ ദൈവത്തെ ഒരു മനസ്സോടെ ആരാധിച്ചു. ദൈവാത്മാവ് അവരുടെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അവർ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നില്ലയോ എന്ന് പറയാം. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് ശ്രമിച്ചു. ആദിമ സഭയിൽ പീഡനങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർ നിരന്തരം പുതുക്കം പ്രാപിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഇന്ന് നാം ആധുനിക കാലഘട്ടത്തിനോട് താരതമ്യം ചെയ്യുമ്പോൾ സഭ വിവിധമായ പ്രയാസങ്ങളും അനുഭവിക്കുന്നു, പ്രതികൂലങ്ങളും ഉണ്ട്. ദൈവത്തെ ആരാധിക്കുന്നത് ആത്മീയമായി മുന്നോട്ട് പോകുന്നത്, അതിൽ നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോകുക പരിശുദ്ധാത്മാവിന്റെ പുതുക്കം സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമതായി ദൈവം നമ്മെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം
ആവശ്യമായിട്ടുള്ളത് സഭയ്ക്ക്. മൂന്നാമതായി പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ആർക്കാണ് ആവശ്യമാണ്? സമൂഹം ഒരു പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിൽ ഒരു രൂപാന്തരത്തിന്റെ അവസ്ഥയെ മാറ്റപ്പെടേണ്ടതുണ്ട്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അത് കാണുവാൻ നമുക്ക് കഴിയും. യഹോവയുടെ ആത്മാവ് എഹെസ്കേൽ പ്രവാചകനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ തിരിച്ചു മറുപടി നൽകുന്നു, ദൈവമേ അങ്ങ് അറിയുന്നു. ഈ താഴ്വരയെ ജഡമായി കിടക്കുന്ന ഈ അസ്ഥികൾ നമ്മുടെ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സമൂഹത്തിൽ നാം നോക്കുമ്പോൾ നീതിന്യായ വ്യവസ്ഥകൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യം, ജഡമായി മാറുന്ന അവസ്ഥ. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ട മനുഷ്യർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ. ഈ അസ്ഥികൾക്ക് മാംസം നൽകി, മജ്ജ നൽകി, സ്വന്തം ജീവശ്വാസം നൽകി ജീവനുള്ളതാക്കി ദൈവം മാറ്റുകയാണ്. സമൂഹത്തിലായിരിക്കുന്ന നാം പരിശുദ്ധാത്മാവിന്റെ പുതുക്കമുള്ളവരായി ആ ദൈവികമായ ജീവശ്വാസം പ്രാപിച്ചുകൊണ്ട് ഒരു പുതുക്കത്തിന്റെ അവസ്ഥയെ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. ദൈവ സമൂഹമാണ്, ദൈവജനമാണ്, സാക്ഷിയുള്ള സമൂഹമാണ്. ഈ സമൂഹത്തെ ഐക്യത്തോടും സ്നേഹത്തിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയും. സെന്റ് അഗസ്റ്റിൻ തന്റെ പ്രാർത്ഥനകളിൽ മുഖ്യമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രാർത്ഥന. അദ്ദേഹത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രാർത്ഥന സാരാംശം ചുരുക്കം ഇപ്രകാരം: എന്റെ ചിന്തകൾ വിശുദ്ധമാകാൻ എന്റെ ജീവശ്വാസമായി വരണമേ പരിശുദ്ധാത്മാവേ. എന്റെ പ്രവർത്തനങ്ങൾ വിശുദ്ധമാകാൻ എന്നിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ. എന്റെ സ്നേഹം വിശുദ്ധമാകാൻ പരിശുദ്ധാത്മാവാൻ എന്റെ ഹൃദയത്തെ വരയ്ക്കണമേ പരിശുദ്ധാത്മാവേ. എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന വിശുദ്ധ ശക്തി എനിക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. ഞാൻ എപ്പോഴും വിശുദ്ധനാകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കാവൽ ചെയ്ത് കാത്തോളണമേ പരിശുദ്ധ. സെന്റ് അഗസ്റ്റിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഒരു മുഖ്യമായ സന്ദേശം വിശുദ്ധമായി ജീവിക്കുക, വിശുദ്ധമായി ചിന്തിക്കുക, വിശുദ്ധമായി പ്രവർത്തിക്കുക, വിശുദ്ധ സ്നേഹത്തിൽ ആയിരിക്കുക. ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് വിജയിക്കുക, എപ്പോഴും വിശുദ്ധമുള്ള ജീവിതം നയിക്കുക. ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകുക. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. ഈ ബന്ധനാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു രൂപാന്തരത്തിലെ പുതുക്കത്തിലെ അവസ്ഥയിലെത്തുക സെന്റ് അഗസ്റ്റിനെ പോലെ നാം പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ നമുക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി നാം ചിന്തിക്കുന്നത് പുതുക്കം അഥവാ രൂപാന്തരം ആവശ്യമുള്ള തലങ്ങൾ ഏതൊക്കെ? ആർക്കൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ പുതുക്കം അല്ലെങ്കിൽ രൂപാന്തരം ആവശ്യമെന്ന് നാം ചിന്തിച്ചു. വ്യക്തികൾക്ക്, സഭയ്ക്ക്, സമൂഹത്തിന്. അടുത്ത നാം ചിന്തിക്കുന്നത് പുതുക്കം ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് രൂപാന്തരം ആവശ്യമാണ്? What are the areas need renewal? What are the areas need renewal? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം
16-ാം അധ്യായം 8-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇപ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ലോകത്തിന് ബോധപ്പെടുത്തി. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് ലോകത്തിന് ബോധപ്പെടുത്തി. പരിശുദ്ധാത്മാവിനുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് ലഭ്യമാകും, നീതിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭ്യമാകും, അതുപോലെ തന്നെ ദൈവജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭ്യമാകും. ഒന്നാമതായി പാപത്തെക്കുറിച്ചുള്ള ബോധ്യം. പരിശുദ്ധാത്മാവിന്റെ പുതുക്കം പ്രാപിക്കുമ്പോൾ ദൈവം നമുക്ക് ബോധ്യം നൽകുന്നു. മകനെ, നീ സഞ്ചരിക്കുന്ന വഴി പാപത്തിന്റെ വഴി, നീ കടന്നുവന്നതായ വഴി പാപത്തിന്റെ വഴി, നീ ചെയ്തതായ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ പാപം, നീ അതിനാൽ അനുഭവിച്ച് തിരിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുന്നു എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ ലഭ്യം. രണ്ടാമതായി നീതിയെക്കുറിച്ചുള്ള ബോധം. നമുക്കിന്ന് സഭയിൽ, സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന നീതികളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ലഭ്യമാകുന്നത്, പുതുക്കം പ്രാപിക്കുന്നതിലൂടെ ദൈവികമായ നിയോഗമായ നീതിയെ, ദൈവികമായ നീതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ലഭ്യമാണ്. അത് കൂടുതലായി ദൈവസന്നിധിയിൽ ആത്മീയമായി നീതിപൂർവ്വം ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെ സഹായിക്കും. മൂന്നാമതായി ന്യായത്തെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. നമുക്കറിയാം, നിത്യജീവൻ പ്രാപിക്കുന്നതിന് മുന്നോടിയായി ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ന്യായീകരിക്കപ്പെടും. ദൈവം നമ്മെ ദൈവിക ന്യായത്തിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവസാന നാളുകൾ ഓട്ടം തികച്ചുവെന്ന് നമുക്കും പറയുവാൻ കഴിയും. ആ ദൈവിക നീതിയെക്കുറിച്ചുള്ള, ന്യായത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പിതാവ് നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് തലങ്ങളിൽ ആവശ്യമാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം, നീതിയെക്കുറിച്ചുള്ള ബോധം, ന്യായത്തെക്കുറിച്ചുള്ള ബോധം. ഈ മൂന്ന് തലത്തിലുള്ള ബോധം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രതിസന്ധികളിൽ പതറാതെ ആത്മീയമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കും. ഒരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ പേരെന്ന് പറയുന്നത് ഹിൽ വേൽസ് എന്നാണ്. ആ ഗ്രാമം ഒരു മലച്ചരിവിൽ ആയിരുന്നതുകൊണ്ടാണ് ആ ഗ്രാമത്തിന് ഹിൽ വേൽസ് എന്ന് പേര്. വളരെയധികം സമ്പുഷ്ടമായ ഒരു ഗ്രാമം, പ്രകൃതി മനോഹരമായ ഗ്രാമം. അവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങളും കർഷകരാണ്. സ്വന്തം വയലുകളിൽ അധ്വാനിച്ച് അതിൽ നിന്ന് ജീവിക്കുന്നവരാണ് അവിടുത്തെ ജനം. ആ ഗ്രാമത്തിൽ ഒരു സഭയുണ്ട്, ഒരു ആലയമുണ്ട്. ആ ആലയം ആ ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെ കാരണമായിരുന്നു. ആ ആലയം കാരണം ആ ഗ്രാമം, ആ സഭയിലെ ജനങ്ങൾ മേൽമേൽ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഒരിക്കൽ പെട്ടെന്ന് ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായി, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം ഉണ്ടായി. ഈ ഗ്രാമം നശിക്കുന്നു. ഈ ഗ്രാമത്തിൽ അന്നുവരെ ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യമായി നിന്നിരുന്ന ആലയം ഈ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലാണ്
പകുതിയോളം നശിച്ചു പോകും. ആ ഗ്രാമത്തിലെ വയൽ സമ്പത്തുകളെല്ലാം, മൃഗസമ്പത്തുകൾ, മറ്റ് അധ്വാന സ്ഥലങ്ങളെല്ലാം നശിച്ച് ജനം ദാരിദ്ര്യത്തിൽ മാറുന്നു. ആ ഗ്രാമത്തിൽ ലൂക്കസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ദൈവഭക്തൻ, ദൈവത്തോട് കൂടുതലായി അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവരെ സഹായിക്കുകയും കരുതുകയും സഭയോട് ഇരുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു. തന്റെ ഗ്രാമത്തിന്റെ അവസ്ഥകളിൽ ഏറ്റവും ദുഃഖിതനായിരുന്നു ലൂക്കസ്. ഐശ്വര്യമായിരുന്ന ആ ഗ്രാമത്തിന്റെ ഐശ്വര്യമായിരുന്ന സഭ നശിച്ചു കിടക്കുന്നു. സഭയിൽ ആരാധനകൾ ഇല്ലാത്ത ഒരവസ്ഥ. ഗ്രാമത്തിന്റെ സമ്പൽസമൃദ്ധി നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ പട്ടിണിയിലും കഴിയുന്ന ജനം. ഇതിൽ നിന്നൊരു മാറ്റം ലഭ്യമാകണമെന്ന് മനസ്സാൽ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ലൂക്കസ്. അങ്ങനെ ലൂക്കസ് ഒരു ദിവസം തന്റെ ഭവനത്തിലായിരുന്നു രാത്രി തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ ഒരു ദർശനം നൽകുകയാണ്. ഒരു പ്രാർത്ഥനാ ദർശനമാണ് ദൈവം അവരെ ആ ലൂക്കസ് നൽകുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു, ഞങ്ങളെ പുതുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ദർശനം ലൂക്കസ് നൽകുകയും ഈ ദർശനം ലഭിച്ച ലൂക്കസ് പിറ്റേ ദിവസം രാവിലെ ആ ഗ്രാമത്തിലെ വിവിധമായ ആളുകളുടെ മധ്യേ ചെല്ലും. ദൈവം എനിക്ക് ഇപ്രകാരം ഒരു ദർശനം, നമുക്ക് ഒരുമിച്ച് നശിച്ചു കിടക്കുന്ന നമ്മുടെ ആലയത്തിൽ പോയി പരിശുദ്ധാത്മാവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം, പുതുക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളോടും ചേർച്ചു. നല്ല മനുഷ്യനായ ലൂക്കസിന്റെ വാക്കുകൾ അവിടുത്തെ ഗ്രാമവാസികൾ കൈക്കൊണ്ടു. അവർ തീരുമാനിച്ച് സഭയിൽ എത്തുകയും അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം, പുതുക്കണം. ആ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു. ദൈവം ആ വ്യക്തികളെ, സഭയെ, സമൂഹത്തെ വീണ്ടും സഭയിലേക്ക് വഴിനടത്തുക. സഭ പുതുക്കിപ്പണിതു. തന്റെ ആ ഗ്രാമത്തിലായ എല്ലാവരുടെയും അധ്വാന മേഖലകൾ അഭിവൃദ്ധി പ്രാപിച്ചു. വീണ്ടും ആ ഗ്രാമത്തിൽ ആ സഭ ഐശ്വര്യത്തിന്റെ സമരസമൃദ്ധിയുടെ മാതൃകയായി ആ ജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അമേരിക്കൻ വൈദികനും എഴുത്തുകാരനും അധ്യാപകനുമാണ് ഫ്രാൻസിസ് തന്റെ ലേഖനങ്ങളിൽ ഇപ്രകാരം: പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശത്തിൽ നാം കീഴ്പ്പെടുമ്പോൾ അവൻ നമ്മെ പുതുക്കുകയും നാം ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തമുള്ളതാക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് അസാധ്യമായ സാധ്യമാകുകയും ചെയ്തു. ഇവിടെ നാം നോക്കുമ്പോൾ ലൂക്കസിന്റെ ജീവിതം ദൈവം നൽകിയ ഒരു പ്രാർത്ഥനാ ദർശനത്തിലൂടെ തന്നെ താൻ സമർപ്പിച്ചപ്പോൾ അവിടെ വ്യക്തികൾ, സഭ, സമൂഹം അസാധ്യമായെന്ന് ചിന്തിച്ചത് സാധ്യമാണ്. നമുക്കറിയാം, നാം വീണ്ടും പോലെ ഡിസ്ട്രിക്ട് ഐക്യ കൺവെൻഷനായി ഒരുങ്ങുകയാണ്. ഈ മാസം 24, 25, 26 തീയതി ഡിസ്ട്രിക്ട് ഐക്യ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അത് നടത്തപ്പെടുന്നത് ഈ സഭയിൽ, അത് നടത്തുന്നത് നമുക്കായി ആണ്. ദൈവം ശുശ്രൂഷകളിലൂടെ നൽകിയ ഒരു ദർശനമാണ് ഈ ഐക്യ കൺവെൻഷൻ എന്ന് പറയുന്നത്.
യൂക്രിസ്റ്റിലെ പ്രാർത്ഥന ദർശനം ദൈവം നൽകിയത്. നാം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഈ സഭയെ ഒരു ജനമായി ആ കൺവെൻഷനുകളിൽ നാം പങ്കെടുക്കുന്നതുകൊണ്ട് തീർച്ചയായും ദൈവം ഒരു പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിന്റെ രൂപാന്തരത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ലഭ്യമാണ്. ആ ലഭ്യമാകുന്നത് നാം നമ്മുടെ കുടുംബവും സഭയും സമൂഹവും ആത്മീയമായി ഭൗതികമായി വളരെയധികം വളരുക തന്നെ ചെയ്യും. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഐക്യ കൺവെൻഷനിൽ എല്ലാവരുടെയും സാന്നിധ്യം സഹകരണവും എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയോടെ നാം ഒരുങ്ങണം. ഇത് ആത്മീയമായി ദൈവം വളരുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു അവസരം. ആ അവസരം നാം പ്രയോജനപ്പെടുത്തും. എന്നാൽ ദൈവം നൽകുന്ന താലന്തുകൾ ഫലമുള്ളതായി മാറും. ബന്ധവസ്ഥായ ന്യായായ ദൈവം നൽകുന്ന സന്ദേശം പരിശുദ്ധാത്മാവിന്റെ ഒരുങ്ങുക. ദൈവം നൽകുന്ന അവസരം പരിശുദ്ധാത്മാവിന്റെ പ്രയോജനപ്പെടുത്തി വളരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും